Back. Statement of profit and loss account. Next important financial statement ആണ് statement of profit and loss. A profit and loss statement is a financial report that provides a summary of the company's revenue, expenses and profit or loss over a period of time. Profit and loss statements show a company's ability to generate sales, manage expenses and create profit. Profit and loss account ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എക്സ്പെൻസസും ഇൻകംസുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ 4 കോളംസ് ആണുള്ളത്. ഒന്ന് പെർട്ടിക്കുലർ കോളം, ദെൻ നോട്ട് നമ്പർ, then figures as at the end of the current year and figures as at the end of the previous year. ഇനി ഇതിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ പറയാം, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഹെഡിങ് വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നുമുള്ള റവന്യൂ. മെയിനായിട്ട് ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നുമുള്ള റവന്യൂ എന്ന് പറയുമ്പം സെയിൽസ് ആണ്. സെയിൽസ് ഫിഗർ, സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആവാം, സെയിൽ ഓഫ് സർവീസസ് ആയിരിക്കാം, മറ്റുള്ള ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് റവന്യൂസ് ആയിരിക്കാം. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറിയിൽ വരുന്നത് അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു ദ റവന്യൂ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, എ ബിസിനസ് ഓർഗനൈസേഷൻ മേ ഓൾസോ ഏൺ റവന്യൂ ഫ്രം അതർ സോഴ്സസ് സച്ച് ആസ് ഇൻകം ഫ്രം ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ഇൻകം എക്സെട്ര. മറ്റുള്ള തരത്തിലുള്ള ഇൻകം, അതായത് അതർ ദാൻ സെയിൽസ്, അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ അതർ ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ ഹെഡിങ് കൊടുക്കുന്നു, ടോട്ടൽ റവന്യൂ, അതായത് ആഡിങ് 1 and 2. ദ നെക്സ്റ്റ് വൺ എക്സ്പെൻസസ്. എക്സ്പെൻസസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസസ്, ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ്. അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളെയും കൂടെ കൂട്ടിയിട്ട് എക്സ്പെൻസസ് എന്നുള്ള ടോട്ടൽ എക്സ്പെൻസസ് എന്നുള്ളൊരു ഹെഡിങ് വരുന്നു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്. നമ്മൾ ഈ റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് 3 നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോഫിറ്റ് എന്ന് പറയുന്നു. ബട്ട് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ്, നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് ഒക്കെ കുറയ്ക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് 5ാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എക്സെപ്ഷണൽ ഐറ്റംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കുന്നു. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് പേ ചെയ്യുന്നതിന് ശേഷം, എന്നാൽ എക്സെപ്ഷണൽ ഐറ്റംസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് 5ൽ നിന്ന് 6ാമത്തെ ഐറ്റം കുറച്ച് കഴിഞ്ഞ് നമുക്ക് 7 കിട്ടുന്നു. അടുത്തതായിട്ട് ടാക്സ് എക്സ്പെൻസസ് കാണിക്കുന്നു. അതിൽ കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 9ാമത്തെ ഐറ്റം കിട്ടുന്നു. ദെൻ അടുത്ത ഐറ്റം പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഏതെങ്കിലും ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസ്. ടാക്സ് എക്സ്പെൻസസ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ടാക്സ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ ഫൈനൽ അതിൻ്റെ പ്രോഫിറ്റായി. അത് നമുക്ക് 12ാമത്തെ ഐറ്റമായിട്ട് നമ്മൾ കാണിക്കുന്നു. ദെൻ ഈ 12ാമത്തെ ഐറ്റവും അതുപോലെ തന്നെ 9ാമത്തെ ഐറ്റവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. ദെൻ നെക്സ്റ്റ് ഐറ്റം 14ാമത്തെ ഐറ്റം അതർ കോംപ്രഹെൻസീവ് ഇൻകം, അതായത് ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി ക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻകം ടാക്സ് റിലേറ്റിംഗ് ടു ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി ക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാത്ത ഐറ്റംസ്, കണ്ടിജൻസി ഐറ്റംസ് ആയിട്ടുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 14ാമത്തെ ഐറ്റമായിട്ട് കാണിക്കുന്നു. സോ ഇത്രയുമാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് വരുന്നത്.